ഹായ്, ഇന്ന് നമ്മൾ ഹോസ്പിറ്റലിൽ സ്റ്റാഫ് എല്ലാവരും കൂടെ ഒരു യാത്ര പോവുകയാണ്. യാത്രയിലൂടെ ഒരു യാത്രയപ്പാണ് ഇതിൻ്റെ ഉദ്ദേശം. ഹോസ്പിറ്റലിലെ നഴ്സിംഗ് അസിസ്റ്റൻ്റ് അഭിജിത്ത് LSGD ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ജോലി മാറുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഒരു യാത്രയപ്പ് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ യാത്രയപ്പിൻ്റെ ഭാഗമായിട്ട് അഭിജിത്തിനെ പൊക്കി പറയുന്നതാണ് ഈ കാണുന്നതൊക്കെ. എല്ലാവരുടെയും ഊഴം കഴിഞ്ഞ് അഭിജിത്തിൻ്റെ എക്സ്പീരിയൻസ് ഷെയറിംഗ് ആണ്. അതിനുശേഷം ഷാനുവിൻ്റെ പാർട്സ് ഉണ്ടായിരുന്നു. നമ്മൾ ആദ്യം പോയത് വരിക്കാശ്ശേരി മനയിലേക്കാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ വിസിറ്റ് ചെയ്യുന്നത് കേട്ടോ. ഈ മന കണ്ട് അന്തം വിട്ട് നിൽക്കുന്നതാണ് കാണുന്നത്. മനയുടെ അകത്തേക്ക് കയറി ഡ്രൈവർ അതിനെക്കുറിച്ചൊക്കെ പറഞ്ഞു തന്നു. ഒരുപാട് സ്പേസ് ഉള്ളൊരു വീടാണ്. ഇവിടെയുള്ള തൂണുകളിലൊക്കെ പലതരത്തിലുള്ള കൊത്തുപണികളും ഉണ്ടായിരുന്നു. നല്ല ഭംഗിയായിരുന്നു അതൊക്കെ കാണാൻ. പിന്നീട് നമ്മൾ പോയത് മനയുടെ മഹാനസത്തിലേക്കാണ്. ഒരു വലിയ അടുക്കള തന്നെയായിരുന്നു അത്. നേരെ കയറി ചെല്ലുമ്പോൾ തന്നെ ഒരു ആട്ടുകല്ല് കാണാമായിരുന്നു. അടുക്കളയിൽ എന്തിനാ ഒരു കോണി എന്ന് കാണാത്തവർക്ക് സംശയം ഉണ്ടാവും അല്ലേ? അത് ഞാൻ പിന്നീട് പറഞ്ഞു തരാം. അടുക്കളയിൽ നിന്നും കുളിമുറിയിൽ നിന്നും ആക്സസ് ഉള്ളൊരു കിണർ തൊട്ടടുത്ത് തന്നെ കാണാനുണ്ട്. അടുക്കളയോട് അറ്റാച്ച് ചെയ്തിട്ട് തന്നെ ഒരു ബാത്റൂമും ഉണ്ട്. ഇവിടുന്ന് കിണറിലേക്ക് ആക്സസ് ഉണ്ട്. അതിന് തൊട്ടപ്പുറത്തായിട്ടൊരു വിറകുപുരയും കാണാം. ഈ വിറകുപുരയിൽ വലിയ അടുപ്പുകളുണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നു കുളിക്കാനൊക്കെ വെള്ളം ചൂടാക്കാനുള്ളതാണെന്ന്. ഇത് അടുക്കളയുടെ തൊട്ടപ്പുറത്തുള്ള മുറ്റാണ്, വിശാലമായിട്ടുള്ള ഒരു മുറ്റം കേട്ടോ. ഇനിയാണ് നമുക്ക് നമ്മുടെ നൊസ്റ്റു അടിക്കുന്ന തേങ്ങാക്കൂട്. ഈ തേങ്ങാക്കൂടിനോട് അറ്റാച്ച് ചെയ്തിട്ടാണ് ഈ കോണി കാണുന്നത് കേട്ടോ. ഇതിവിടെ ഫിക്സ്ഡ് ആണ്. ഈ തേങ്ങാക്കൂട്ടിലേക്കുള്ള ആക്സസ് ആണ് ഈ കോണിയിലൂടെ ഇറങ്ങി വരികയാണ് കേട്ടോ. ഈ വീടിന് ഭാഗമായിട്ട് തന്നെ തൊട്ടപ്പുറത്തൊരു ബിൽഡിംഗ് കൂടെ ഉണ്ട്. നേരെ അങ്ങോട്ട് പോയി ഞാനും ജീലിയും കൂടെയാണ് കേട്ടോ പോയത്. ഞങ്ങളകത്തേക്ക് കയറി. ഒരു നീണ്ട വരാന്തയാണ്. തൊട്ടപ്പുറത്തൊരു സിറ്റ് ഔട്ടുണ്ട്. പിന്നീട് നമ്മൾ നേരെ മുകളിലേക്ക് കയറി പോവുകയാണ് ഉണ്ടായത് കേട്ടോ. മുകളിലൊക്കെ നല്ല വിശാലമായിട്ടുള്ള റൂമുകളുണ്ട്. നേരെ കയറി ചെല്ലുന്നത് ഒരു നീണ്ട വരാന്തയിലേക്കാണ്. വരാന്തയിൽ ഒരുപാട് തൂണുകളൊക്കെ കാണാം കേട്ടോ. അങ്ങനെ നമ്മൾ പുറത്തേക്ക് നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഒരു ആനയെ കാണുന്നത് കേട്ടോ. കുട്ടികൾക്കൊക്കെ ഭയങ്കര സന്തോഷമായി ഈ ആനയെ കണ്ടപ്പോൾ. വലിയ റൂമുകളാണ് ഇതിനകത്തുള്ളത്. ആനയെ കണ്ട സന്തോഷം ഓടി വന്ന് പറയാണ് കേട്ടോ ജീലി. ഇത് കഴിഞ്ഞ് നമുക്ക് ഒരു വളരെ ഇടുങ്ങിയൊരു ഹെലിക്കൽ ഷേപ്പിലുള്ള കോണിയാണ് കാണാൻ കഴിഞ്ഞത്. ആദ്യമൊക്കെ ഒന്ന് പേടിച്ച് നിന്നെങ്കിലും ഇറങ്ങാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ജീലിയൊക്കെ ഒറ്റയ്ക്ക് തന്നെ ഇറങ്ങിപ്പോയി. ഇവിടെ നിന്ന് നമ്മൾ നേരെ പോയത് കുളം കാണാനാണ് കേട്ടോ. ഷാനുവും ജീലിയും ട്രിപ്പിന് വരുമ്പോഴേ പറഞ്ഞിരുന്നു കുളത്തിൽ കൊണ്ടുപോകണം, കുളിക്കാൻ പോകണം എന്നൊക്കെ. ആ ആവേശത്തിലാണ് അവർ രണ്ടുപേരും ഓടിപ്പോകുന്നത് കേട്ടോ. പക്ഷെ അവിടെ എത്തിയപ്പോഴേക്കും അവിടെ 2 പേര് പറഞ്ഞു ഇവിടെ ആരൊക്കെയോ മുങ്ങി മരിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഇവിടെ അധികം ആരെയും നിർത്താറില്ല എന്ന്. അങ്ങനെ അത് കേട്ട് തിരിച്ച് ഇവിടെ ഒരു മതിലിൻ്റെ സൈഡിൽ വന്നിട്ട് കുളം കാണാൻ കേട്ടോ. അപ്പോൾ അവന് ചൂണ്ടിക്കാണിക്കുന്നത് ഇവിടെ വെച്ചിട്ടാണോ അയാൾ മരിച്ചതെന്ന് ചോദിക്കുകയാണ്. പിന്നീട് നമ്മൾ അവിടെ നിന്ന് യാത്ര തിരിച്ചു. യാത്രയിൽ നല്ല ഭംഗിയുള്ള കാഴ്ചകളായിരുന്നു കേട്ടോ. ഒരുപാട് ഉണങ്ങിയ മരങ്ങൾക്ക് ശേഷം നല്ല പച്ചപ്പ് നിറഞ്ഞ സ്ഥലങ്ങളും കാണാൻ പറ്റി, നമ്മുടെ ജീവിതം പോലെ തന്നെ. ഇനി നമ്മൾ പോകുന്നത് കവ എന്നൊരു തുരുത്തിലേക്കാണ്. നല്ല ഭംഗിയുള്ള ഒരു പ്ലേസ് ആയിരുന്നു. നല്ല വെയിലുണ്ടായിരുന്നു, അതുപോലെ തന്നെ നല്ല കാറ്റുള്ളതുകൊണ്ട് ചൂട് അത്ര അനുഭവപ്പെട്ടിട്ടില്ല. നല്ല പെബിൾസ് ഉള്ളൊരു സ്ഥലം കേട്ടോ. കുട്ടികളൊക്കെ കുറേ പെബിൾസൊക്കെ പെറുക്കി. നല്ല തെളിഞ്ഞ വെള്ളമായിരുന്നു, പക്ഷെ ഞങ്ങൾ ചളി ഇളക്കിയെടുത്താണ് കേട്ടോ അത്. നല്ല കുട്ടികളൊക്കെ നന്നായിട്ട് എൻജോയ് ചെയ്തു. ഇവിടെ വെള്ളത്തിലൊക്കെ കളിച്ച് മീൻപിടുത്തമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ കുട്ടികൾ നന്നായിട്ട് എൻജോയ് ചെയ്തിരുന്നു. മീൻപിടുത്തമൊക്കെ കഴിഞ്ഞ് ഉടമസ്ഥന് തോർത്തലക്കി കൊടുക്കുകയാണ് കേട്ടോ. ഇതൊക്കെയാണ് നമുക്ക് കിട്ടിയ മീൻ. ഈ മീനുകളൊക്കെ നമ്മൾ തിരിച്ച് അതിലെ പുഴയിലേക്ക് തന്നെ ഇട്ടു കേട്ടോ. കുട്ടികൾ വെള്ളത്തിലിറങ്ങിയാൽ പിന്നെ കുട്ടികൾക്ക് വേറൊന്നും വേണ്ടല്ലോ. ജീലി ഉച്ചക്കെത്തി പാറോതി പാടി കളിക്കുകയാണ് കേട്ടോ വെള്ളത്തിൽ. പിന്നീട് നമ്മൾ പോയത് മലമ്പുഴ അക്വേറിയത്തിലേക്കാണ് കേട്ടോ. ഒരുപാട് വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല, കുറച്ച് എടുത്തിട്ടുള്ളൂ ഇവിടെ നിന്നൊക്കെ. മക്കൾ മീനിനെ കണ്ടിട്ട് ഓടി കളിക്കുകയാണ്.
ഓരോന്നിൻ്റെ അടുത്തേക്കും ഓടി ഓടി നടക്കുകയാണ് കേട്ടോ. പാമ്പിനെ പോലെ എഴഞ്ഞ് നടക്കുന്ന ഒരു മീനിനെ കണ്ടില്ലേ. ഇനി നമ്മൾ പോകുന്നത് സ്നേക്ക് പാർക്കിലേക്കാണ് കേട്ടോ. ഒരുപാട് ഐറ്റം പാമ്പുകൾ ഉണ്ടായിരുന്നു. ഇതൊരു മുതലാണ്, മുതല. പെരുമ്പാമ്പുകൾ കൂട്ടം കൂടി കിടക്കുന്നതാണ് കണ്ടോ. ഇനി എ സിയിൽ വിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന നമ്മുടെ രാജവെമ്പാലയാണ് കാണുന്നത്. ഇതൊക്കെ കഴിഞ്ഞ് ക്ഷീണം മാറ്റാൻ സർബത്തൊക്കെ കുടിച്ച് നേരെ ഗാർഡൻ കാണാനാണ് പിന്നീട് പോയത് കേട്ടോ. ഗാർഡൻ ആസ് യൂഷ്വൽ നല്ല ഭംഗിയായിരുന്നു. ക്രിസ്മസ് കഴിഞ്ഞതൊന്നും അറിഞ്ഞിട്ടില്ലെന്ന് തോന്നുന്നു. ജീലിയും ഷാനുവും ഒരുമിച്ച് കൈ പിടിച്ച് അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ദേ അവിടെ വീണ് അങ്ങനെ. എന്നാലും വലിയ പ്രശ്നമൊന്നും ഉണ്ടാക്കാതെ രണ്ടുപേരും ഒരുമിച്ച് നടക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഒരുവിധം ഗാർഡൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് നമ്മൾ ഇനി ഡാം ടോപ്പിലേക്ക് പോവുകയാണ് കേട്ടോ. ഇത് ഡാം ടോപ്പിൽ നിന്നുള്ള വ്യൂ ആണ് കാണാനുള്ളത്. നല്ല ഭംഗിയായിരുന്നു കേട്ടോ. ഇവിടെ നിന്ന് ഗാർഡനൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. ഡാം ടോപ്പിലെത്തിയപ്പം ഓടുകയാണ് കേട്ടോ. ഡാം ടോപ്പിൽ വെച്ചിട്ടാണ് അഭിക്കുള്ള മൊമെൻ്റോ കൈമാറിയത്. അത് കഴിഞ്ഞ് നമ്മൾ റോപ്പ് വേയിൽ പോവുകയാണ്. ജീൽ നല്ല ഹാപ്പി ആയിരുന്നു. അവന് ബാബാക്കുള്ള വീഡിയോ റെക്കോർഡ് ചെയ്യുന്നതാണ് കാണുന്നത്. ഉയരത്തിലാണെന്ന് വെച്ചിട്ട് ആൾക്കൊരു പേടി ഉണ്ടായിരുന്നില്ല. നല്ല ത്രിൽഡായിരുന്നു. അങ്ങനെ നമ്മൾ തിരിച്ചു പോരുമ്പോൾ കാക്കാനെ കണ്ട സന്തോഷത്തിൽ ടാറ്റ കൊടുക്കുകയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് തിരിച്ച് വീട്ടിലേക്ക് പോന്നു. അപ്പോൾ ഇത്രയാണ് ഞങ്ങളുടെ ഒരു കുഞ്ഞു യാത്രാ വ്ളോഗ്. നമ്മളെ സ്നേഹിക്കുന്നവരുടെ കൂടെ ഒരു ദിവസം റിലാക്സ്ഡ് ആയിട്ട് ഒരു ദിവസം സ്പെൻഡ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് വളരെയധികം അനുഗ്രഹീതമായ ഒന്നാണ്. അപ്പം ഒരുപാട് നാഥനെ സ്തുതിക്കുന്നു. താങ്ക് യു ഓൾ.